ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ ഡോക്ടർ യുവാക്കിം മാർ കൂർലോസ് സഫർഗൻ മെത്രാപ്പോലിത്ത, ബഹുമാനപ്പെട്ട ഇടവക വികാരി സന്തോഷ് തോമസ് അച്ഛൻ, ഞങ്ങളുടെ മാതാവിൻ്റെ ദുഃഖത്തിൽ ഞങ്ങൾക്ക് ആശ്വാസം പകരുവാൻ കടന്നു വന്ന ഭവനത്തിലും പള്ളിയിലും കടന്നു വന്ന വന്യ വൈദികരെ, ബന്ധുമിത്രാദികളെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ അതിവിശുദ്ധ നാമത്തുള്ള വന്ദനം. ആദ്യമേ തന്നെ ഞങ്ങളുടെ മാതാവിൻ്റെ ധന്യകരമായ ജീവിതത്തിനായിട്ട് സ്തോത്രം കരയേറ്റുന്നു. ഞങ്ങൾക്ക് ഒരു മാതാവ് എന്നതിലുപരി ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായി, ഞങ്ങളുടെ വഴികാട്ടിയായി, ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഞങ്ങൾക്ക് പ്രചോദനവും ആശ്വാസവും നൽകി ഞങ്ങളോടൊപ്പം കൂടെ യാത്ര ചെയ്ത ഞങ്ങളുടെ സ്നേഹിതയാണ്. ഞങ്ങളുടെ അധ്യാപിക കൂടിയായിരുന്നു. നന്നേ ചെറുപ്രായത്തിൽ തൻ്റെ 29ാമത്തെ വയസ്സിൽ, അന്ന് ഞങ്ങൾക്ക് വെറും 9 വയസ്സ് മാത്രം പ്രായം, ഞങ്ങളുടെ പിതാവ് നഷ്ടപ്പെട്ടു. ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ എപ്രകാരം മാറോട് ചേർത്ത് പിടിച്ച് കാറ്റും കോളും പ്രതിസന്ധികളും ഒക്കെയും വരുമ്പോൾ എങ്ങനെ തരണം ചെയ്യുന്നു, അതേപോലെ ഞങ്ങളുടെ മാതാവ് ഞങ്ങളെ ചേർത്ത് നിർത്തി പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ഒക്കെയും നടുവിൽ കർത്താവിൽ ആശ്രയിച്ച് ഞങ്ങളെ മമ്മിയെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഏറ്റവും നല്ല ഉന്നത വിദ്യാഭ്യാസം നൽകുകയും ദൈവിക പരിപാലനം ഞങ്ങളെ വളർത്തി വലുതാക്കി. തന്നെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി നിർവഹിച്ച് ഈ ലോകത്തിലെ ഓട്ടം തികച്ച് വിശ്വാസം കാത്തു സ്വർഗീയ ജീവൻ കിരീടം പ്രാപിച്ചു. മമ്മി പഠിപ്പിച്ച സ്കൂളിലെ ടീച്ചേഴ്സിനോടും അവിടുത്തെ സ്റ്റുഡൻസിനോടും ഒരു ടീച്ചർ എന്നതിലുപരി അവരുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായി അവരോട് ഏറ്റവും അടുത്ത് പെരുമാറി. ഇന്ന് ഞാൻ ജീവനോടെ ഇവിടെ നിൽക്കുന്നതും മമ്മിയുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയാണ്. 3 പ്രാവശ്യം ഞാൻ മരണത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടാണ്. അതിൽ 2 പ്രാവശ്യവും, ആദ്യത്തെ പ്രാവശ്യം ഞാൻ ജനിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ജോണ്ടിസ് പിടിപെട്ടു. എന്നാൽ എൻ്റെ സിസ്റ്ററിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അന്ന് പഞ്ചാബ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ കൃഷ്ണൻ എൻ്റെ മമ്മിയുടെയും പപ്പായുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക, കുഞ്ഞിന് വെയിൻ ലഭിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കേട്ടപാടെ എൻ്റെ അമ്മ മുട്ടുമേൽ കൈകൾ മേലോട്ട് ഉയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. 10 മിനിറ്റ് ശേഷം ഡോക്ടർ കൃഷ്ണൻ തിരികെ വന്നു. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച നിങ്ങളുടെ ദൈവം പ്രാർത്ഥന കേട്ടിരിക്കുന്നു, ഹല്ലേലൂയ. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം. 2ാമത്തെ പ്രാവശ്യം എൻ്റെ പിതാവിൻ്റെ മരണശേഷം എനിക്ക് 13 വയസ്സുള്ളപ്പോൾ വീണ്ടും എനിക്കൊരു അപകടം ഉണ്ടായി. അപ്പോഴും എൻ്റെ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് എൻ്റെ ഭർത്താവിനെ നീ എടുത്തു, എനിക്ക് ആകെയും ഉള്ള ഒരു മകനെയും കൂടെ നീ എടുക്കുവാന്നോ എന്ന് പറഞ്ഞ് കണ്ണുനീരോടുള്ള പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. അങ്ങനെ അവിടെയും എനിക്ക് ദൈവം ജീവൻ തിരിച്ചു നൽകി. മമ്മിയുടെ വിശ്വസ്തമായ ഈവൻ ബന്ധുക്കളോടും അടുത്ത് പെരുമാറുന്നവരും, ഈവൻ അബുദാബിയിൽ പോയപ്പോഴും അവിടുത്തെ ഞങ്ങളുടെ പ്രേ ഗ്രൂപ്പ് അംഗങ്ങളും ഇടവക ജനങ്ങളോടൊക്കെ ഏറ്റവും അടുത്ത് സ്നേഹത്തിൽ പെരുമാറി. അതിൻ്റെ ആദരസൂചകമാണ് ഇപ്പോൾ അബുദാബി ഹോംലാൻഡ് ഫെലോഷിപ്പിലെ അംഗങ്ങളെല്ലാം ഇവിടെ കടന്നു വന്നതും. വളരെ മികച്ച ഒരു അധ്യാപിക, നല്ല ഒരു ഹാൻഡ് റൈറ്റിങ്ങിന് ഉടമ, നല്ല മധുര ഒരു ഗായിക, കൃഷിയെയും ചെടികളെയും പൂക്കളെയും സ്നേഹിച്ച വ്യക്തി, തൻ്റെ ഭർത്താവിൻ്റെ ഐഡൻറ്റിറ്റി എപ്പോഴും അതിൽ അറിയപ്പെടുവാൻ ശ്രമിച്ച വ്യക്തി, ആര് സഹായം ചോദിച്ചാലും തന്നാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്യുവാൻ കഴിവുള്ള മനസ്സ്. തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് 2010 കർഷകശ്രീ അവാർഡ് കൊടുത്ത് ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മ നല്ലൊരു പാട്ടുകാരിയായിരുന്നു. ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ ക്രിസ്ത്യൻ പാട്ടുകൾ പാടി, രാത്രിയൊക്കെ പാട്ടുകൾ പാടി, ആ പാട്ട് കേട്ടാണ് ഞങ്ങൾ 2 പേരും പാട്ടുകൾ പഠിച്ചത്. നിരവധി പാട്ടുകൾ മമ്മിക്ക് അറിയാം. എങ്കിലും ഞങ്ങൾ കുടുംബാംഗങ്ങൾ ചേർന്ന് ഒരു പാട്ട് പാടുന്നു. നിങ്ങളെല്ലാവരും അതിനോട് ചേർന്ന് പാടണം. മമ്മിയുടെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾ ചേർന്ന് നിന്ന് ഒരു പാട്ട് പാടി യാത്രയാക്കണമെന്നുള്ള. ആ പാട്ടിൻ്റെ ഏതാനും ഈരടികൾ ഇപ്പോൾ പാടുന്നു. വ്യാകുലങ്ങൾ നേരിട്ടാലും
യേശുവിൽ ഞാൻ ചാരിടും. രോഗിയായി തീർന്നാലും യേശുവിൽ ഞാൻ ചാരിടും. യേശു എന്നഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. യേശുരാജൻ എന്നെ ചേർപ്പാൻ മേഘരുടനായി വരും. ആകുലങ്ങളില്ല നാട്ടിൽ, വീട്ടിൽ ഞാൻ. ആകുലങ്ങളില്ല നാട്ടിൽ, ചേരും സ്വർഗ വീട്ടിൽ ഞാൻ. യേശു എന്നഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. അതെ, രോഗങ്ങളില്ലാത്ത, കഷ്ടപ്പാടുകളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത ലോകത്തേക്ക് എൻ്റെ മമ്മി യാത്രയായി. മമ്മിക്ക് ഞങ്ങൾക്ക് സ്നേഹത്തോടെ പ്രത്യാശയോടെ വിട നൽകുന്നു.